ഹേ വാട്ട്സ്ആപ്പ് ഗായ്സ്. അപ്പോൾ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ ചെറിയൊരു വാഗമൺ റൈഡാണേ. അപ്പോൾ ഇത് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈരാറ്റുപേട്ട കേട്ടോ. ഈ ഒരു പാലവും ആ ഒരു വ്യൂ ഒക്കെ നൈസല്ലേ. ഓക്കെ, അപ്പോൾ ദേ ടുവേഡ്സ് വാഗമൺ. ഓക്കെ, ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു വാഗമൺ റൂട്ട് ഇപ്പോഴും ഷോകാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് നന്നാക്കും, ഒരു മഴ വരുമ്പോൾ പോകും, ആ ഒരു സെറ്റപ്പാണെന്ന് പറഞ്ഞത്. പുള്ളിയുടെ വീടൊക്കെ കാണിച്ചു തന്നിട്ട് ഇടയ്ക്ക് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നൈസ് മനുഷ്യൻ. ഇതിപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ റൂട്ടിൽ സ്പീഡിൽ പോകാൻ പറ്റില്ല. കാരണം വളവ് തിരിഞ്ഞ് വരുമ്പോൾ കട്ടറും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ ഉണ്ടോ, അപ്പോൾ നമ്മൾ ബസ്സിന് അല്ലെങ്കിൽ 4 വീലറിൽ നിന്നൊക്കെ വരുന്നെങ്കിൽ നമ്മൾ ഇവിടുന്ന് റൈറ്റ് എടുക്കും കേട്ടോ. പക്ഷെ നമ്മൾ ഇന്ന് പോണത് ലെഫ്റ്റ് വഴിയാണ്. ഈ വഴി അത്ര നല്ല വഴിയൊന്നുമല്ല കേട്ടോ. എനിക്ക് ഈ റൂട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഈ റൂട്ടിലെ വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളി കേട്ടോ. ഓക്കെ, നമ്മളിവിടുന്ന് റൈറ്റ് കേട്ടോ. വാഗമൺ റൈറ്റ്, മംഗളഗിരി നേരെ. നൈസ് ക്ലൈമട്ടോ. അങ്ങനെ അത് അവിടുന്ന് ഇങ്ങനെ കയറി വന്നപ്പോഴത്തേനും നല്ലൊരു അടിപൊളി കയറ്റായതുകൊണ്ട് ഇടയ്ക്ക് നിർത്തി കേട്ടോ. നൈസല്ലേ. അപ്പോൾ അതാട്ടോ നമ്മളിപ്പോൾ കയറി വന്ന വഴി. നല്ല അടിപൊളി കയറ്റായിരുന്നേ. അതുകൊണ്ട് നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. നമുക്കിനി ഈ റൂട്ടാണ് പോകാനുള്ളത്. പക്ഷെ അതിന് മുമ്പ് ഇവിടെ ഒരു ചെറിയ വഴി അങ്ങോട്ട് കാണുന്നുണ്ട്. അവിടെ ഒരു ചെറിയ പാറയൊക്കെ ഉണ്ടേ. അപ്പോൾ അങ്ങോട്ടങ്ങ് ഇറങ്ങുവാണെങ്കിൽ ആ ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഒന്ന് നോക്കിയിട്ട് പോകും. എന്തോ അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയൊരു വെള്ളച്ചാട്ടം തോന്നുന്നു. ഇതിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഇപ്പോൾ എന്താണെങ്കിലും ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കാം. കണ്ടോ, അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടുന്നൊരു സ്പോട്ടാട്ടോ. കോടയൊക്കെ ഇറങ്ങി തുടങ്ങി, പോയി തുടങ്ങി. കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ ഇവിടെ ഒക്കെ അതുപോലെ നല്ല കട്ടക്കോട കണ്ടേനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ സ്പോട്ട്. പക്ഷെ നൈസാണ്. അത്യാവശ്യം ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ടെങ്കിൽ. അപ്പോൾ വീണ്ടും കയറ്റങ്ങൾ. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, വലിയ വലിയ കയറ്റങ്ങൾ. ഇതോ ആ തെങ്ങിൻ്റെ ബാക്കിൽ ഒരു നൈസ് പാറ. അങ്ങോട്ട് പോകാൻ വഴി ഉണ്ടോ എന്തോ. അവിടെ കയറുവാണെങ്കിൽ നൈസ് വ്യൂ ആയിരിക്കും കേട്ടോ. ഇതോ അവിടെ ഒക്കെ ഇങ്ങനെ ദൂരെ നല്ല അടിപൊളി കോടയുണ്ട് കേട്ടോ. കട്ടക്കോടയുണ്ട്. പക്ഷെ ഇത് ക്യാമറയിൽ കാണത്തില്ല. അങ്ങനെ അത്രയും കയറ്റം കയറി വന്നിട്ട് കിട്ടിയ ഒരേ ഒരു ഇറക്കാട്ടാവും. സൈക്കിൾ യാത്രകളുടെ ഒരു രസം ഇതാട്ടോ. നമുക്ക് തോന്നുന്നിടത്ത് തോന്നുന്ന ടൈമിൽ നിർത്തി എല്ലാം ആസ്വദിച്ചു പോകാം. അല്ല, ചില സമയത്ത് അങ്ങനെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. നല്ല കയറ്റം വരുമ്പോൾ എന്താണെങ്കിലും നമ്മൾ നിർത്തിപ്പോവും. അങ്ങനെ നിർത്തുമ്പോഴായിരിക്കും ഇതുപോലെയുള്ള നല്ല വ്യൂസൊക്കെ കിട്ടുന്നത്. വീണ്ടും ചെറിയ വെള്ളച്ചാട്ടം. ചെറിയ വെള്ളച്ചാട്ടത്തിലൊക്കെ നിർത്താൻ പോയാലേ ഈ റൂട്ടിലൊക്കെ അതിന് സമയം കാണത്തുള്ളൂ. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇപ്പം ഏതാ റോഡ് കുടി
ഈ റൂട്ടിൽ ഇത്രയും കുത്തനെയുള്ള കയറ്റമുണ്ടെന്ന് അറിഞ്ഞില്ല കേട്ടോ ഞാൻ. നിർത്തിയാണ് പോണത് ഗൈസ്. വാഗമൺ കട്ടപ്പന റൈറ്റ്, അട്ടിക്കളം ലെഫ്റ്റ്. വാഗമൺ എത്താറാവുന്ന ടൈമിൽ വഴി ഭയങ്കര മോശം കേട്ടോ. നല്ല കുഴികളും കാര്യങ്ങളും. ഇവിടെയൊന്നും ടാറില്ല, കല്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ ഞാൻ കയറി വന്നത് വാഗമൺ റൂട്ടിൽ ഇടയ്ക്ക് ഇത് ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ. ഇവിടത്തെ കുറച്ച് പാറക്കല്ലുകളും രണ്ട് മരമൊക്കെ വന്നിട്ട് നല്ല തണലും കാര്യങ്ങളൊക്കെ കേട്ടോ. അത്യാവശ്യം ഇവിടെ ഇരിക്കാനും റെസ്റ്റ് എടുക്കാനൊക്കെയാണ് നമുക്ക് ഉപകാരമുള്ളൂ. ഇവിടെ നിന്ന് നോക്കുന്ന ഈ വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി കേട്ടോ. നല്ല രസമുണ്ട്. ഇതുകൊണ്ട് നിൽക്കും നമ്മുടെ പുലിയാന്ന് തോന്നുന്നു കേട്ടോ, കടുവയല്ലായിരിക്കും. ഇത് സ്ഥലം വെള്ളിക്കുളം എന്നാണെന്ന് തോന്നുന്നു കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. രണ്ട് വ്യൂ പോയിൻ്റൊക്കെ ഉള്ളത്. അപ്പം നമ്മളെ പുലിനെ കണ്ട ബിൽഡിങ് കേട്ടോ അത്. ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. എന്താ സംഭവം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മണ്ടലിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള വഴി അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. പക്ഷേ ഇങ്ങോട്ട് കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാൽ ഇവിടെയൊക്കെ മറ്റേ കൈവര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സൂക്ഷിച്ചൊക്കെ നിൽക്കണം. അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിൽ ചൂടൊന്നുമില്ല കേട്ടോ അവിടെ. ഇത് നമ്മുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാട്ടോ. വാഗമണ്ണൊക്കെ എപ്പോൾ വന്നാലും നമ്മൾ വരുന്നൊരു സ്പോട്ടാണ്. ഒന്നും പറയില്ല, നല്ല അടിപൊളി സ്ഥലം കേട്ടോ.